എടാ ഇപ്പൊ ഞാൻ ശരിക്കും വീണതാ. ഇങ്ങനെയുള്ള സാഹചര്യത്തിലല്ലേ ഒരാളെ സഹായിക്കണ്ടേ? ഒന്ന് പിടിക്കടാ എടാ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. വല്ലിച്ച, അവര് പോയോ? പോയി. വന്ന കാര്യം അറിയാൻ കഴിയാതെ നിരാശപ്പെട്ട രണ്ടുപേരും തിരികെ പോയത്. അവസാനം വല്ലിച്ചൻ ഫലം പറയാതെ എഴുന്നേറ്റ് പോയത് അവർക്ക് പ്രയാസം ഉണ്ടാക്കിയെന്ന് ഒരു സംശയമുണ്ട്. ഫലം കാണാതിരുന്നതല്ല, നിരാശയാണ് ഫലം. അത് അവരോട് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ മറുപടി പറയാതെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. ഇന്ദ്രജിത്ത് കേസ് അന്വേഷണത്തില് വിജയിക്കോ? തൊട്ടതെല്ലാം വിജയിപ്പിച്ച പയ്യനാ മേലൂട്ട് ദേവദത്തൻ നമ്പൂതിരിയുടെ കൊച്ചുമകൻ ഇന്ദ്രജിത്ത്. ദൈവാധീനം കൂടെയുണ്ടെങ്കിൽ ഇതിലും ആ കുട്ടി വിജയിച്ചേക്കും. ഇന്ദ്രജിത്ത് മേലോട്ട് കുടുംബാംഗാണെന്ന് കേട്ടപ്പോ മുതല് എന്റെ മനസ്സില് ഒരാഗ്രഹമുണ്ട്. എന്താ അത്? ഇന്ദ്രജിത്ത് എന്തുകൊണ്ടും നമ്മുടെ വൃന്ദമോൾക്ക് അനുയോജ്യനായ പയ്യനല്ലേ? എനിക്കും ആ ചിന്തയുണ്ടായി. ആള് പരമയോഗ്യനാ, വൃന്ദമോൾക്ക് അനുയോജ്യനുമാണ്. എന്നാ പിന്നെ മേലോട്ട് എന്ന് ഈ വിവാഹത്തെപ്പറ്റി നമുക്കൊന്ന് ആലോചിച്ചാലോ? വിവാഹം ആലോചിക്കുന്നതിൽ തെറ്റില്ല. അതിനു മുമ്പ് വൃന്ദയുടെ മനസ്സിൽ എന്താണെന്ന് അറിയണം. ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ, അവരുടെ മനസ്സിൽ എന്താണ് കൊണ്ടു നടക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. വൃന്ദയും ഇന്ദ്രജിത്തും തമ്മിൽ കാണാറുണ്ടെന്ന് തോന്നുന്നു. ഇന്ദ്രജിത്തിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് തന്നെ വൃന്ദയാ. ആ സ്ഥിതിക്ക് വൃന്ദയും ഇന്ദ്രജിത്തും തമ്മില് ഇഷ്ടമില്ലാന്ന് പറയാനൊന്നും പറ്റില്ല. അവര് തമ്മില് ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ ഒരു ഇഷ്ടം വൃന്ദയും ഇന്ദ്രജിത്തും തമ്മിലുണ്ടെങ്കിലേ നമുക്ക് കല്യാണാലോചനയിലേക്ക് കടക്കാം. അതിനുള്ള സമയം ഒത്തുവരട്ടെ. സൂര്യമംഗല തിരുമേനിയെ കണ്ടു കഴിഞ്ഞപ്പോ സാറിനെന്ന് തോന്നി? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. തനിക്കോ? അദ്ദേഹം എന്തോ പറയാൻ മടിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതെന്തിനാ അദ്ദേഹം പറയാൻ മടിക്കുന്നത്? മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വെളിപാട് പോലെ പറയുന്ന ഒരു മഹാപ്രവാചകനാണ് സൂര്യമംഗലത്ത് തിരുമേനിയെന്ന് എന്നൊക്കെയല്ലേ ഇങ്ങോട്ട് വരുമ്പോ താൻ പറഞ്ഞോണ്ടിരുന്നത്. സൂര്യമംഗലത്ത് നിന്ന് പ്രശ്നം വെച്ചാ പ്രതിയുടെ തുമ്പ് കിട്ടും. എന്നിട്ട് എവിടെയാണോ പ്രതിയുടെ തുമ്പ്? ഈ പ്രതിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുമില്ല. നിമിത്തശാസ്ത്രത്തിൽ അഗ്രഗണ്യനാണെങ്കിൽ നിമിത്തം നോക്കി ഫലം പറയേണ്ടതല്ലേ? നമ്മൾ അന്വേഷിക്കുന്ന പ്രതി പോലീസിനെ മാത്രമല്ലടോ, തന്റെ സൂര്യമംഗലത്തെ തിരുമേനിയെ പോലും കബളിപ്പിച്ചിരിക്കുക. സാർ, സൂര്യമംഗല തിരുമേനിയെ അങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട. ഒരു പ്രമാദമായ രാഷ്ട്രീയ കൊലപാതകത്തിലെ കേസിലെ പ്രതികളെ പോലീസ് അന്വേഷിച്ച് നടന്നിട്ടും കണ്ടെത്താനായില്ല. ആ പ്രതിയെ ഒടുവിൽ പോലീസ് കണ്ടെത്തിയത് സൂര്യമംഗല തിരുമേനി കൊടുത്ത ലൊക്കേഷൻ മാപ്പ് ട്രേസ് ചെയ്താണ്. എല്ലാം ശരി തന്നെ. എന്നിട്ട് നമ്മുടെ പ്രതി ഒളിച്ചിരിക്കുന്നിടത്തെ ഒരു ലൊക്കേഷൻ മാപ്പ് അദ്ദേഹം തരായിരുന്ന എന്താ? അത് അദ്ദേഹത്തിന് മനസ്സിൽ എത്തിക്കാണത്തില്ലായിരിക്കും സാർ. അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രതി എത്തിച്ചേരുമ്പോഴേക്കും അവൻ ഈ രാജ്യം വിട്ട് പോയെന്നിരിക്കും. ആ പ്രതിയുടെ ലക്ഷ്യത്തെപ്പറ്റി നമ്മൾ പഠിക്കണമല്ലോ സാർ. പ്രതിക്ക് രക്ഷയുണ്ടെന്ന് തിരുമേനി പറഞ്ഞ സ്ഥിതിക്ക് അവൻ പിടിയേറുന്ന കാര്യം പ്രയാസമായിരിക്കുമല്ലോ സാർ. ആ പ്രതിയുടെ ലക്ഷ്യം എന്ത് തന്നെയായാലും അത് ഞാൻ തകർക്കും. അതിനെനിക്ക് തന്റെ സൂര്യമംഗലത്തെ സഹായമൊന്നും വേണ്ട. സാർ, അങ്ങനെ പറയണം. ഒരു തവണ തിരുമേനെ കണ്ടെന്ന് വെച്ച് നമ്മളെല്ലാം അറിയണമെന്നില്ലല്ലോ. അതുകൊണ്ട് വീണ്ടും നമ്മൾ അയാളെ കാണാൻ വരണോ? എടോ, ഇതുപോലുള്ള ആളുകളെ ചെന്ന് കണ്ടതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഇല്ലെന്ന് താൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. മിനിസ്റ്ററുടെ മകനെ കൊന്ന പ്രതിയുടെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും ഞാനത് പൊളിച്ചെടുക്കും. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ ലക്ഷ്യം നേടാൻ അനുവദിക്കരുത്. അതിനു മുന്നേ അവനെ പിടികൂടണം. ഇതെന്താ? ഇത് നന്നായിട്ട് കെട്ടിയിട്ടതായിരുന്നല്ലോ. ഇതെങ്ങനെ പൊട്ടി വീണു?
എന്തോ അവശകനമാണല്ലോ സാറേ. ഉഫ്. എടോ ഇതൊക്കെ മര്യാദയ്ക്ക് കെട്ടിയിടണം, അപ്പൊ താഴെ വീഴില്ല. ഉഫ്, അപശകുനം പോലും.